യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചില വ്യക്തിത്വങ്ങളെപ്പറ്റി നാം അറിയാൻ ശ്രമിക്കും തോറും അവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങളുണ്ടാകും. നാം വിചാരിച്ചതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് എന്നവർ അറിയുമ്പോൾ സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. ബൈബിളിലെ ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ്. അധികമാരും ശ്രദ്ധിക്കാത്ത പ്രധാന കഥാപാത്രങ്ങളുടെ മറവിൽ എപ്പോഴും പ്രവർത്തിച്ചിരുന്ന ചില വ്യക്തിത്വങ്ങൾ. അവരിലൊരാളെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മറ്റാരുമല്ല, ബർണബാസ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 36-37 വാക്യങ്ങളിലാണ് ഇദ്ദേഹത്തെപ്പറ്റി ആദ്യമായി പരാമർശിക്കുന്നത്. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രസ് ദ്വീപുകാരനായ ജോസഫ് എന്ന ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്നെഴുതിയിരിക്കുന്നു. ബർണബാസ് എന്ന പദത്തിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ്. ആശ്വാസപ്രദൻ എന്ന ഗ്രീക്ക് പദം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പേരിൻ്റെ ആക്ഷരികമായ അർത്ഥം പ്രോത്സാഹിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്നവൻ എന്നാണ്. ഒരർത്ഥത്തിൽ ബർണബാസ് ഒരു പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഇന്ന് പലർക്കും മുന്നോട്ട് ഉയർന്നു വരാൻ കഴിയാത്തതിൻ്റെ കാരണം ആരും പ്രോത്സാഹിപ്പിക്കാനില്ല എന്നത് തന്നെയാണ്. നിരുത്സാഹപ്പെട്ട പലരും ദൈവമക്കളിൽ നിന്നും ദൈവസഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ക്രമേണ അകന്നു പോകും. പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ആശ്വാസം പകർന്നു കൊടുക്കുന്നവനും പ്രോത്സാഹിപ്പിക്കുന്നവനും പ്രബോധിപ്പിക്കുന്നവനുമായിരുന്നു ബർണബാസ്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അദ്ദേഹം ഉദാരമനസ്കനായിരുന്നു. യെരുശലേമിലെ സഭ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം പലരും വിശ്വാസത്തിലേക്ക് വന്നു. ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000 പേർ സ്നാനമേറ്റു. ദിനം പ്രതി അംഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ മാർഗത്തിലേക്ക് മാറിയതിനാൽ പലരെയും ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കി. കിടക്കാൻ വീടില്ലാതെ ഭക്ഷണമില്ലാതെ വിശ്വാസത്തിനു വേണ്ടി ക്രിസ്ത്യാനിയായി തീർന്ന മറ്റനേകം പേർ. അവരിൽ പലരും വളരെ സാധാരണക്കാരായിരുന്നു. അവരുടെ ദൈനംദിന ചെലവുകൾ വഹിക്കാൻ അപ്പോസ്തലന്മാർക്ക് കഴിയാതെ വന്നു. ആ സമയം അവരിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നവർ അത് വിറ്റ് മറ്റുള്ളവരെ സഹായിച്ചു. ഇതിനെപ്പറ്റി നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. യേശുവിൻ്റെ അനുയായിയായി തീർന്ന ബർണബാസ് ഒരു ലേവ്യനായിരുന്നു. കുപ്രസ് ദ്വീപുകാരനായ അദ്ദേഹം തൻ്റെ സ്വത്ത് വിറ്റ് പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ബർണബാസ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രത്യേകതയും. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, സ്വമനസാലെ അദ്ദേഹം അത് ചെയ്തു. അപ്പോസ്തലന്മാർക്ക് നൽകുക വഴി തൻ്റെ പേരോ പ്രശസ്തിയോ ഉയർത്താനല്ല, മറിച്ച് യഥാർത്ഥമായി ആവശ്യത്തിലിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടേണ്ടതിന് യുക്തി പോലെ ചെയ്യുവാൻ പണം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു. നമുക്ക് ദൈവം നൽകിയ സ്വത്തുക്കൾ നമ്മുടെ സ്വന്തമല്ല. നാം കാര്യസ്ഥന്മാർ മാത്രമാണ്. കർത്താവ് അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കർത്താവിനായി കൊടുക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. ബർണബാസിന് ഈ ലോകത്തിലെ ഭൂമി ഒരുപക്ഷെ നഷ്ടമായേക്കാം. എന്നാൽ അദ്ദേഹം സ്വർഗത്തിൽ നിക്ഷേപിച്ച നിക്ഷേപം വലുതാണ്. സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് പെരുകുകയാണ് ചെയ്യുന്നത്. 10-1 നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ നിയമപ്രകാരം ഓഹരി കൊടുക്കുമ്പോൾ, ബാക്കി നമ്മുടെ കയ്യിലുള്ളതിനെ കൊണ്ട് നമ്മെ പോറ്റുവാൻ ദൈവത്തിന് തീർച്ചയായും കഴിയും. നാം ദൈവത്തിനായി കൊടുത്തത് വിത്താണ്. അത് നാം വിതച്ചതാണ്. അത് വർദ്ധിക്കും, പെരുകും, വലിയ കൊയ്ത്തുണ്ടാകും. സമ്പത്ത് വർദ്ധിക്കാനുള്ള ഏക വഴി സമ്പത്ത് വിനിമയം ചെയ്യുക എന്നത് മാത്രമാണ്. 1 താലന്തുള്ളവൻ കുഴിച്ചിട്ടു. 10-5 താലന്ത് കിട്ടിയവർ അത് വിനിമയം ചെയ്തപ്പോഴാണ് വർദ്ധിച്ചത്. വാസ്തവമായി നാം ദൈവരാജ്യ മഹത്വത്തിനായി കൊടുക്കുന്നവരാണ് എങ്കിൽ നാം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരളവ് ദൈവം നമുക്ക് തരും. രണ്ടാമതായി, ബർണബാസ് ഒരു നല്ല സുഹൃത്തായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന വ്യക്തി ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിക്കുകയും യേശു അവന് പ്രത്യക്ഷനാവുകയും ചെയ്തു. അവൻ പിന്നീട് മാനസാന്തരപ്പെട്ട് പൗലോസ് എന്ന അതിശക്തനായ ക്രിസ്തു ശിഷ്യനായി മാറി. എന്നാൽ ശൗലിൻ്റെ നേരത്തെ ചരിത്രമറിയാവുന്ന അപ്പോസ്തലന്മാർക്ക് ശൗലിൻ്റെ മാനസാന്തരം വിശ്വസിക്കുവാൻ പറ്റിയില്ല. അവർ ഭയപ്പെട്ടു, അവർ സംശയിച്ചു. ആരും കൂടെയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ശൗൽ എന്ന പൗലോസിനെ ചേർത്ത് നിർത്തിയത് ബർണബാസ് ആയിരുന്നു. ആ സമയം ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം പൗലോസിന് അത്യാവശ്യമായിരുന്നു.
ഇന്നും രക്ഷിക്കപ്പെട്ട ശേഷം യഥാർത്ഥമായി കരം പിടിക്കാനോ സ്നേഹിക്കാനോ കരുതാനോ ആരുമില്ലാതെ പോയവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയിട്ടില്ലേ? എന്നാൽ ബർണബാസിനെ പോലെയുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ പൗലോസിനെ ചേർത്ത് നിർത്തിയതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നവനായി പരിചയപ്പെടുത്തുന്നവനായി തീരുമെങ്കിൽ ശക്തനായൊരു വ്യക്തിയെ സഭയ്ക്ക് നൽകുവാൻ അത് കാരണമായി മാറും. സഭയ്ക്ക് 14 ഈടുറ്റ ലേഖനങ്ങൾ എഴുതിയ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ശൗലിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുവാൻ സാധാരണക്കാരനായ ബർണബാസിന് കഴിഞ്ഞു. സഭയിൽ പുതുതായി വരുന്ന വ്യക്തികളെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ബർണബാസുമാർ ഓരോ സഭയിലും ഉണ്ടായേ പറ്റൂ. ഒരു വ്യക്തി ഒരു ആരാധനാലയത്തിൽ കടന്നു വരുമ്പോൾ കേൾക്കുന്ന പ്രസംഗത്തെക്കാൾ പ്രാധാന്യമുണ്ട് ചേർത്ത് നിർത്തുന്ന ഒരാളുടെ സാന്നിധ്യം. വീണ്ടും അടുത്ത ആഴ്ച വരാനുള്ള പ്രചോദനമാകണം ആ വ്യക്തിയിൽ നിന്ന് പുതിയ വിശ്വാസിക്ക് കിട്ടേണ്ടത്. അടുത്തതായി അദ്ദേഹം കൃത്യമായി പഠിച്ച് വിലയിരുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യകാലത്ത് യെരുശലേമിൽ സഭ പ്രബലപ്പെട്ടു. എന്നാൽ പീഡ വർദ്ധിച്ചപ്പോൾ സഭ ചിതറിപ്പോയവർ എത്തിച്ചേർന്ന സ്ഥലത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ച് സഭകൾ രൂപാന്തരപ്പെട്ടു. അങ്ങനെ യെരുശലേം സഭയെപ്പോലെ പ്രബലമായ ഒരു സഭയായി അന്ത്യോക്യ സഭ മാറി. അവിടുത്തെ സഭയെപ്പറ്റി യെരുശലേമിലെ അപ്പോസ്തലന്മാർക്ക് അറിവ് കിട്ടി. ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞു വരുവാൻ അവർ ബർണബാസിനെ അവിടേക്ക് അയച്ചു. കുറേ നാൾ അദ്ദേഹം അന്ത്യോക്യ ക്രിസ്ത്യാനികളോട് കൂടെ താമസിച്ചു. അതിനെ വിലയിരുത്തി പഠിച്ചു. ഇവരുടെ പരിവർത്തനം യഥാർത്ഥമാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവരിലുള്ള ദൈവകൃപ കണ്ട് അത്യന്തം സന്തോഷിച്ചുവെന്ന്. യെരുശലേം സഭ പാരമ്പര്യമുള്ള ഒരു സഭയാണ്. അപ്പോസ്തലന്മാരുടെ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ചിതറിക്കപ്പെട്ട വിശ്വാസികൾ കൂടി വന്ന് അന്ത്യോക്യയിലും ഒരു ശക്തമായ സഭ ഉടലെടുത്തപ്പോൾ അത് ശരിയല്ല എന്ന ചിന്താഗതിയോടെ അല്ലെങ്കിൽ മുൻവിധിയോടെ അല്ല ബർണബാസ് അവിടേക്ക് വന്നത്. അവന് യെരുശലേം സഭയെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു. പഴയത് കണ്ടവനാണ് അദ്ദേഹം. പുതിയതിപ്പോൾ അറിയുകയും ചെയ്തു. അറിഞ്ഞത് തെറ്റാണെന്ന് വരുത്തി തീർത്തിട്ട് മുളയിലെ നുള്ളുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. അവിടുത്തെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുവാൻ, അവിടെയും ആശ്വാസപ്രദനാകുവാൻ, പ്രബോധിപ്പിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ ബർണബാസിന് കഴിഞ്ഞു. യെരുശലേം സഭയും അന്ത്യോക്യ സഭയും തമ്മിൽ ഒരു പാലം പണിയുവാൻ അദ്ദേഹം കാരണക്കാരനായി മാറി. ഇന്നും പുതിയത് കാണുമ്പോൾ അംഗീകരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയാത്തവരായി നാം മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ സഭയെപ്പറ്റി, അതിർവരമ്പുകളില്ലാത്ത ദൈവരാജ്യത്തെപ്പറ്റിയുള്ള ദർശനം മനസ്സിലാക്കാൻ ബർണബാസിനെ പോലെയുള്ളവർക്ക് മാത്രമേ കഴിയൂ. അടുത്തതായി ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു പാഠവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം 25 26 വായിക്കുക. അന്ത്യോക്യ ക്രിസ്ത്യാനികളെ കണ്ടിട്ട് അവർക്ക് ചിലത് പഠിപ്പിച്ചു കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ശൗലിനെ അല്ലെങ്കിൽ പൗലോസിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവിടേക്ക് കൊണ്ടുവരികയും 1 വർഷം അവിടെ താമസിച്ച് സഭായോഗവും കൂടിവരവുകളും നടത്തി ജനത്തെ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റപ്പോസ്തലന്മാർ കണ്ട പൗലോസിനെ അല്ല ബർണബാസ് കണ്ടത്. വചനത്തിലുള്ള ആഴമായ അറിവ് പൗലോസിനുണ്ട് എന്ന് അവൻ ഗ്രഹിച്ചു. അന്ത്യോക്യയിൽ വെച്ചാണ് വിശ്വാസികൾക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേർ വന്നത്. പൗലോസ് എന്ന ക്രിസ്തു ശിഷ്യനെ കണ്ടെത്തി അവനിൽ മറഞ്ഞിരുന്ന വചനജ്ഞാനത്തിൻ്റെ ആഴം പുറത്തെടുത്ത് അദ്ദേഹത്തെ ഒരു നല്ല അധ്യാപകനും ലേഖകനുമാക്കി തീർത്തതിൻ്റെ പുറകിൽ ബർണബാസ് എന്ന അസൂയയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നതിൽ സംശയമില്ല. അടുത്തതായി കുറവുകളെ നികത്തുവാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ബർണബാസ്. മിഷണറി യാത്രയിൽ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത ബർണബാസ് അദ്ദേഹത്തിൻ്റെ അനന്തരവനായ മർക്കോസിനെയും യാത്രയിൽ കൂടെ കൂട്ടി. എന്നാൽ മർക്കോസ് യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി. കാരണമെന്തെന്ന് നമുക്കറിയില്ല. 2ാം മിഷണറി യാത്രയിൽ വീണ്ടും മർക്കോസിനെ കൂടെ കൂട്ടാൻ പൗലോസിനെ ബർണബാസ് നിർബന്ധിച്ചു. എങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അവർ തമ്മിൽ അതേ ചൊല്ലി ഉഗ്രവാദം തന്നെ ഉണ്ടായി. തുടർന്ന് പൗലോസ് ശീലാസിനെ കൂട്ടി മിഷണറി യാത്ര തുടർന്നു. എന്നാൽ ബർണബാസ് അനന്തരവനായ മർക്കോസിനെ കൂടെ കൂട്ടി യാത്ര തുടർന്നു. പിന്നത്തേതിൽ പൗലോസ് റോമാ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തനിക്ക് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചത് ഈ മർക്കോസിനെ തന്നെ ആയിരുന്നു. ആദ്യ മിഷണറി യാത്ര മതിയാക്കിപ്പോയപ്പോൾ പൗലോസ് പോലും പിന്നീട് തന്നെ കൂടെ കൂട്ടാൻ വിസമ്മതിച്ചപ്പോൾ തന്നോടൊപ്പം കൂട്ടി പരാജയത്തെ വിജയമാക്കി തീർത്ത ബർണബാസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവസരങ്ങൾ വീണ്ടും നൽകി പിന്മാറിപ്പോയവനെ പോലും തിരസ്കരണത്തിൻ്റെ വേദനയിലും അതിനെ വളരെ നന്നായി പരിഹരിക്കുകയും ഉയർത്തുകയും
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മഹാവ്യക്തിയായിരുന്നു ബർണബാസ്.